ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് കുറേ കാരണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ മുടങ്ങി. അപ്പോൾ രാവിലെ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. ആദ്യമേ പറയാണ്, ലോങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സുബഹീൻ്റെ ടൈമിലാണ് കേട്ടോ. രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ ടൈമിലാണ്. അതാണ് അപ്പൊക്കെ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ചാടിക്കൂട്ടി എഴുന്നേൽപ്പിക്കുക ചെയ്തത്. കാര്യം ടൈം പോകുന്നുണ്ടായിരുന്നു. ഉദയത്തിന് മുമ്പ് നിസ്കരിക്കണമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് അവളെ ചാടിക്കൂട്ടിയൊക്കെ എഴുന്നേൽപ്പിച്ചതാണ്. അപ്പോൾ എന്തായാലും നിസ്കരിച്ചിട്ടൊക്കെ വരട്ടെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. വരുന്ന വഴിക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പൂന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടാണ്. പിന്നെ റൂമിൽ ഇങ്ങനെ ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഫുള്ള് ഇരുട്ടായിട്ടാണ് കാണുന്നത് കേട്ടോ. നമുക്ക് മറ്റുള്ള വീഡിയോസിൽ നല്ല രീതിക്ക് കാണാം. പിന്നെ കുറേ ജോലികൾ കഴിഞ്ഞ് കാപ്പി കുടിക്കായിരുന്നു. കാപ്പി ഇടിയപ്പവും അതുപോലെ മുട്ടക്കുറുമയാണ് കേട്ടോ. അപ്പൂൻ്റെ നോട്ടം കണ്ടോ. അപ്പോൾ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ടൈമുണ്ട് ഇപ്പോൾ. എത്ര മണിയായി? 8:50 ആയുള്ളൂ. എനിക്കൊരു 9:10 ഇറങ്ങിയത്. 9:10 ഇറങ്ങിയാൽ മതി. അപ്പോൾ ഇതാ പോകാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റായി നിൽക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് റിലാക്സ് ആയിട്ടൊക്കെ നിന്നിട്ട് പോവാം. ഞാൻ ഇത്രയും നേരം പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല പോസിറ്റീവ് എനർജിയാണ് രാവിലെ പാട്ടൊക്കെ കേൾക്കുമ്പം. പിന്നെ എന്താ പറയുന്നത്, മൈൻഡൊക്കെ കുറച്ച് റിഫ്രഷ് ആവും. അതെ, അപ്പ് ഓടി വരുന്നുണ്ട്. എന്താ കാര്യമെന്ന് അറിയാൻ വേണ്ടി. ഒന്നുമില്ല. ഞാൻ വോയിസ് ഓവർ ചില വീഡിയോസിന് കൊടുക്കും. ഞാൻ വോയിസ് ഓവർ ചില വീഡിയോസിന് കൊടുക്കുന്നുണ്ടായിരിക്കും കംപ്ലീറ്റ്ലി. ചിലതിന് നമ്മളിങ്ങനെ ലൈവായിട്ടുള്ള വോയിസ് കൊടുക്കുക. അങ്ങനെയുള്ള കുറേ സാധനങ്ങളായിരിക്കും. ഞാൻ കുറച്ച് പടക്കം പൊട്ടിത്തരാം ഗൈസ്. ഒന്നും വേണ്ട, അങ്ങോട്ട് മാറി. രാവിലെ വെച്ചിട്ട് ഇത് വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ. രാവിലെ തുടങ്ങി. സ്കൂളിപ്പം ഹോളിഡേ അല്ലേ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പരിപാടി. പക്ഷെ അപ്പൂന് ഇത്തവണ സാധാരണ ഗ്രാമർ ക്ലാസ്സിനായിരിക്കും എല്ലാ 2 months ഹോളിഡേയ്സ് വരുമ്പോഴത്തേക്കും. വെക്കേഷൻ വരുമ്പോൾ ഗ്രാമർ ക്ലാസ്സിന് മാത്രമായിരിക്കും വിടുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഗ്രാമർ ക്ലാസ് കട്ട് ചെയ്ത് ഡാൻസ്, മ്യൂസിക്, ഡാൻസ്, ഡ്രോയിങ്, അബാക്കസ്, പിന്നെ ഹിന്ദിന്റെ ഗ്രാമറോ അങ്ങനെ എന്തെങ്കിലും, സ്പോർട്സ് ഉണ്ട്. അത് ട്യൂഷൻ തന്നെ. അപ്പം ഇങ്ങനെ ഒരു 4 ഐറ്റംസിന് അപ്പൂന് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡേറ്റ് ഇന്നിപ്പോൾ എത്രയായി? 3-ാം തീയതി. എത്രയായപ്പോൾ? 4. ഇതിപ്പോൾ 3-ാം തീയതിയാണ് ഡേറ്റ്. അപ്പം 2-ാം തീയതി കൊണ്ടുപോയി എല്ലാവർക്കും സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പം ഞാൻ കരുതി കുറച്ചൊക്കെ ഒന്ന് കളിക്കട്ടെ, അല്ലെ, വെക്കേഷൻ കിട്ടുന്നതല്ലേ. ഇന്ന് അല്ലെങ്കിൽ നാളെ അപ്പൂനെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യുന്നതായിരിക്കും. പാക്ക് ചെയ്ത് അപ്പൂന് രാവിലെ തൊട്ട് അപ്പൂൻ്റെ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യും. അതായിരിക്കും ഇവയുള്ള കാര്യങ്ങൾ. ഞാൻ എന്തായാലും എന്താണ്, എൻ്റെ കുറേ വീഡിയോസ് പറയട്ടെ. അപ്പം എൻ്റെ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു യൂട്യൂബിൽ. ഞാൻ മുമ്പ് നോമ്പുതുറയുടെ ഏകദേശം കുറേ നോമ്പുതുറയുടെ വീഡിയോസ് കാര്യങ്ങൾ ഫസ്റ്റ് നോമ്പ് തൊട്ട് എല്ലാം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാം പോയി, ഫോണിൽ നിന്ന് പോയി. ഏകദേശം 50ഓളം വീഡിയോസ് ഉണ്ടായിരുന്നു. 50 വീഡിയോസും ചന്നനാ പിന്നനാന്ന് പറഞ്ഞാൽ പോയ വഴി അറിയത്തില്ല. ആകെ 3 വീഡിയോസ് കണ്ട് ഇതിൽ കിടപ്പുണ്ട്. അതിൽ ഒന്നിലൊരു കോപ്പിറൈറ്റ് ഇഷ്യൂവും അത് കിടപ്പുണ്ട്. അപ്പം ഫാൻ ഇട്ടാൽ കറക്റ്റ് കേൾക്കുമെന്ന് അറിഞ്ഞു കേട്ടോ. ഞാൻ അതാണ് ഫാൻ ഓഫ് ചെയ്തത്. അപ്പോൾ ഫാൻ ഓഫ് ചെയ്തത്. അപ്പം എൻ്റെ ഫുള്ള് വീഡിയോസും പോയിട്ടുണ്ട്. ഫുള്ള് വീഡിയോസും പോയി. അപ്പോൾ ഒന്നേന്ന് വീണ്ടും തുടങ്ങേണ്ടതാണ്. ഒന്നേന്നല്ല, ഒരു 3 വീഡിയോയിൽ കിടപ്പുണ്ട്. എന്നിരുന്നാൽ പോലും വീണ്ടും ആക്റ്റീവായിട്ട് ഒന്നേന്ന് തുടങ്ങിയാണ് ഞാൻ. പിന്നെ അത് പോയത് കാരണം പിന്നെ കുറേ ആലോചിച്ചു, ഇനി വീഡിയോ ഇടണോ വേണ്ടേ, അങ്ങനെ കുറേ ചിന്തയായിപ്പോയി. പിന്നെ ഞാൻ കരുതി ഇടാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ, അല്ലേ. അപ്പം ഇനി തൊട്ട് വീഡിയോസ് കണ്ടിന്യൂസ് കാണും. കൂടുതൽ ലോങ് വീഡിയോ ആണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് എന്താണ്,
കോസ്മെറ്റിക്സിൻ്റെ സാധനങ്ങളെ പറ്റിയിട്ട്, പിന്നീട് എൻ്റെ ഡേ ഇൻ ലൈഫ്, അതുപോലെ അപ്പൂൻ്റെ കാര്യങ്ങൾ, ഫാമിലി കാര്യങ്ങൾ, പിന്നീട് നമ്മൾ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ, എല്ലാ ടൈപ്സ് ഓഫ് കാര്യങ്ങളും ഈ ചാനലിലുണ്ടാവും. ഇന്നത് മാത്രമേ കാണുള്ളൂ എന്നല്ല, എല്ലാ കാര്യങ്ങളും കാണും. എല്ലാത്തിനെ പറ്റിയും ചെറുതായിട്ട് പ്രതിപാദിച്ച് എല്ലാത്തിനെയും നമ്മൾ ടച്ച് ചെയ്ത് അങ്ങനെ പോകും. ഓക്കെ, അതാണ് കാര്യം. ഒരു സാധനം താഴെ പോയി. അപ്പോൾ എന്താണ്, സത്യം പറയല്ലോ, രാവിലെ അതിന് ഭയങ്കര ചൂട്. എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ചൂടെന്ന് പറയുന്നത്. രാവിലെ തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഞാൻ എന്തോ ഒരു ഫിൽറ്റർ കയറിയൊന്നു കേട്ടോ, ഒരു ഫിൽറ്റർ കയറി. അതെവിടെ കിടക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. പക്ഷെ അത് കാണുമ്പോൾ എനിക്കെന്തോ ഇഷ്ടം. വന്നോ? പോയി. ഇപ്പോൾ പോയി. അപ്പം എവിടെയാ പറഞ്ഞു നിർത്തിയേ? ഇഷ്ടമല്ലേ? ഓക്കെ, അപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാനും ഇനി ഇവിടെ നിന്ന് എന്താണ് ടൈം, എനിക്ക് ഇനിയും ഒരു 10 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ഞാൻ റെഡിയായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ടക്കെന്ന് അങ്ങ് വണ്ടി എടുത്ത് ഇറങ്ങിയാൽ മതി. വീണ്ടും വന്നാൽ ഫിൽറ്റർ പോകുന്നില്ല. ഓക്കെ, അപ്പം വണ്ടി എടുത്ത് ഇറങ്ങിയാൽ മതി. വേറെ പണികളൊന്നുമില്ല. അപ്പം നേരെ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ടായിരിക്കും ബാക്കി വീഡിയോസ് കാര്യങ്ങൾ. ചിലപ്പോൾ എന്താണ് ഫ്രണ്ട്സൊക്കെ നല്ല താല്പര്യമുണ്ട് വീഡിയോസിലൊക്കെ വരാൻ. അവരൊക്കെ എന്താണ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അവരുടെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി പോവാം. ഓക്കെ, എന്തായാലും ഇപ്പോഴത്തേക്കും തൽക്കാലത്തേക്ക് വിടയി. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തിയിട്ടുണ്ടേ. ഓഹോ, എന്താടേ ലേറ്റർ ആകുന്നത്? യാ ലോങ് വീഡിയോ എൻ്റെ യൂട്യൂബിലിടാൻ. ദിസ് ഈസ് ശ്രുതി. എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് കുട്ടി. ശ്രുതി പറയൂ, ഒരു ഹായ് ഒക്കെ പറയൂ. ഷീ ഈസ് ശരണ്യ ബട്ട് ബിസി. യൂട്യൂബിയുടെ ലൈവ് വീഡിയോ എടുത്തോണ്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞത്. അപ്പം നമ്മൾ പോവാൻ പോയേന്. ഒരു ഹായ് പറ. അച്ഛൻ രാവിലെ ഉണ്ടായിരുന്നല്ലോ. ഉച്ചയ്ക്ക് ഏകദേശം 1:30 ഇനി നേരെ വീട്ടിൽ പോകാം. വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ശ്രുതിക്ക് സ്വയംവരെ പോകണം. അപ്പോൾ സ്വയംവരയിലൊന്ന് പോവാൻ ജസ്റ്റ് ഒന്ന് തെണ്ടി ചെയ്യാം. ശേഷം നേരെ വീട്ടിലേക്ക് പോകാം. എന്നാണ് ഇന്നത്തെ പരിപാടി. സ്വയംവരെ പോയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാം. അപ്പോൾ സ്വയംവരെ പോയിട്ട് വരാം. അങ്ങനെ സ്വയംവരയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അവർക്കൊക്കെ ഭയങ്കര നാണമാണ്. അങ്ങനെ കുട്ടി നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണേ. ഇവക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാകുന്നത്. എനിക്ക് വേണ്ടിയാ, എനിക്ക് മാത്രം വേണ്ടി. അവർക്ക് മാത്രം, എൻ്റെത് മാത്രമോ? ഇതൊക്കെ ഇടണേ, എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ലൈക്ക് സബ്സ്ക്രൈബ് എടുക്കാം. എടി എത്രാമത്തെ ഫ്ലോർ? 4th. ഇത് ലൈവാണ്. ഈ സാധനം എനിക്ക് ലൈവായിരുന്നു. ഹലോ മിസ്റ്റർ. എന്ത് പറ്റി? എന്തോ ചെയ്യാന്ന് ചെയ്യാം. അതെ കണ്ടോ, അതാണ് നമ്മളെ ഗ്രൂപ്പിൽ ഏറ്റവും കിളിവാറിയ സാധനമാണ് എൻ്റെ ഈ വരുന്നത്. എല്ലായിടത്തും വേഴ്സ് ഇട്ടുക. അത്തരം സംഭവ വികാസങ്ങൾ അവളെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വരുന്നത്. അങ്ങോട്ട് പോയി വരാൻ ചേട്ടാ, വരാൻ പറ്റും.
കുട്ടിക്ക് ടോപ്പ് നോക്കാൻ പോവുകയാണ് ഗൈസ്. ഏതാ ഭയങ്കര വലുതായിപ്പോയി. പക്ഷെ കളറ് നിനക്ക് കളർ ഓക്കെ, പക്ഷെ വലുതായിപ്പോയി. അത്രയും വലുത് എനിക്ക് വേണ്ട. നമുക്കൊരു ഡ്രസ്സിങ് സ്റ്റൈലുണ്ടല്ലോ, അതിനനുസരിച്ചിട്ടാ ഓക്കെ. ഇനി എടുത്തോ, കൂടെ എടുത്തു. അത് കൊള്ളാം. ജീൻസിൻ്റെ കൂടെയൊക്കെ ഷോർട്ട് ടോപ്പ് അത് കൊള്ളാം, നല്ലൊരു ഭംഗിയുണ്ട്. എടാ അത് കൊള്ളാം. ഗ്രീൻ നീ ഫസ്റ്റ് എടുത്ത് അടിപൊളി. അല്ലല്ല, മറ്റേ ആദ്യം എടുത്തത് കൊള്ളാം. അത് കൊള്ളാം, നിനക്ക് കളർ ചേരുകയും ചെയ്യും. ഏതറി നോക്കട്ടെ വെച്ച്. എത്ര റേറ്റ് എത്ര നോക്ക്. കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല ഭംഗിയുണ്ടത്. മെറ്റീരിയലും കൊള്ളാം. എടി ക്രോപ്സ് ഈ ഇപ്പത്തെ സൈഡൊക്കെ ക്രോപ്സ് ടോപ്പ് ഉണ്ട്. ഇതൊക്കെ ലോങ് ടോപ്പുകളാണ്. ഇതേ വരുന്ന എന്തോ പുതിയ മണ്ടത്തിൽ ഒപ്പിച്ചിട്ടാണ് ഈ വരക്കം. എന്തരീ വല്ലതും ഒപ്പിച്ചാ നീ? ദുൽഖറിന്റെ നീ എന്തോ വേണ്ട. എത്ര മണ്ടത്തരങ്ങൾ ശ്രുതിയിൽ നിന്നും മാത്രം പ്രതീക്ഷിക്കാവുന്നതാണ്. ചേച്ചി ഇവിടെ നിന്നൊരു ചിരിയും പാസ്സാക്കി പോകണം ഓടി. ഓ ഇതായി വരുന്നോ? വരുന്നു. ശ്രുതി എന്നോ അടിപൊളി. എടി വെച്ചാണ്ട അടിപൊളി. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. എടാ ആ ബ്ലൂ ഉള്ളായിരുന്നു നീ വെച്ചത്. അജിത ആ വൈറ്റ് ആൻഡ് പിങ്ക് എടുത്തേ. അജിത അതല്ല അതോ ആ വൈറ്റ് ആൻഡ് പിങ്ക് ഇപ്പറ സൈഡ്. എടാ ഇതറാ ഇത് അതെടുത്തേ. ഇത് അത് വെച്ച്. നിനക്ക് ചേരുന്നുണ്ട്. ഇത് ഒരു ഹാഫായിട്ടുള്ള ലെഗിനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ടേ വൈറ്റ് കളർ ഷൂ ഒക്കെ ഇടുകയാണെങ്കിൽ അതൊരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ അപ്പം നമുക്ക് ചലിക്കാം, പോവാം. കഴിഞ്ഞോ? ഞാനേ എന്റെ പൊന്നി എന്തൊരു മഴക്കോളം നോക്ക്. ഷേടാ മഴക്കോളം നോക്ക്. അയ്യോ എന്തൊരു മഴക്കോളല്ലേ, ഭയങ്കര മഴക്കോളം. അപ്പോൾ എല്ലാ കറക്കവും കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ പോകണം കേട്ടോ. ഞാനിപ്പോൾ സ്വയംവരയിൽ നിന്ന് ഇറങ്ങിയ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴക്കോളെന്ന്. ഇറങ്ങേണ്ട താമസം അപ്പം തന്നെ മഴ തുടങ്ങി കേട്ടോ. നല്ല മഴയായിരുന്നു. എനിക്കൊന്ന് വേനൽ മഴേൻ്റെ ആ ഒരു എന്താ പറയുന്ന രീതിയൊന്നും ആയിരുന്നില്ല. ഏതോ മഴക്കാല ടൈമിൽ മഴ പെയ്യില്ലേ, ആ ഒരു രീതിയിലായിരുന്നു. നല്ല മഴയായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല തലവേദനയായിരുന്നു കേട്ടോ. വീട്ടിൽ വന്ന് മക്കളെ വന്നു കുളിച്ച് ഒരു കുളിയൊക്കെ പാസ്സാക്കി നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര തലവേദന. അയ്യാ നിൽക്കാൻ വയ്യ. സോ ചായ കുടിക്കണം, എന്തെങ്കിലും സ്നാക്സ് കഴിക്കണം, അത് റെസ്റ്റ് എടുക്കണം. ഇതാണ് ഇനിയുള്ള പരിപാടി. അപ്പോനിപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഞാൻ രാവിലെ പറഞ്ഞായിരുന്നല്ലോ അവളെ കുറച്ച് ആക്ടിവിറ്റീസ് എക്സ്ട്രാ ആക്ടിവിറ്റീസിനൊക്കെ വിടണമെന്ന് നല്ല താല്പര്യമുണ്ട്. ഇന്നും പോയി അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല.
ഇവിടെ ചെറിയൊരു കീ 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 ശബ്ദം കേൾക്കുന്നില്ലേ? കാണിച്ചു തരാം. ഞാൻ കുറച്ച് പണികളുണ്ട്, അതൊക്കെ തീർന്നിട്ട് ആ പുള്ളിക്കാരെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ.